ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതക കേസിൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കലയുടെ മൃതദേഹം കാറിൽ കൊണ്ടുപോയി മറവ് ചെയ്ത ജിനു, സോമൻ, പ്രമോദ് എന്നിവരെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. കലയുടെ ഭർത്താവ് അനിലാണ് കേസിലെ ഒന്നാം പ്രതി. പറയാനുണ്ടോ? തെറ്റ് ചെയ്തിട്ടുണ്ടോ? പറയാനുണ്ടോ? പ്രവീൺ പുരുഷോത്തമനുണ്ട് തത്സമയ വിവരങ്ങൾ നൽകാൻ. പ്രവീൺ, ഞെട്ടലോടെ നമ്മൾ ഇന്നലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, സിനിമാ കഥയെ വെല്ലുന്ന ഒരു കൊലപാതകം. അതിന്റെ പ്രതികളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. പ്രതികൾ എന്തെങ്കിലും മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചോ? എന്താണ് ഇനി നടപടികൾ? റോഷ്നി, ചെങ്ങന്നൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് ഈ മാന്നാർ സംഭവത്തിലെ 3 പ്രതികളെയും പോലീസ് എത്തിച്ചത്. പ്രതികൾ ഈ ഒരു സന്ദർഭത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചിരുന്നു. പക്ഷേ ഒരു പ്രതികരണവും ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. ജിനു, സോമൻ, പ്രമോദ് എന്നീ 3 പ്രതികളെയാണ് ഇപ്പോൾ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഹാജരാക്കിയിരിക്കുന്നത്. കോടതി നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പോലീസ് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകും. 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ഈ പ്രതിയെ കിട്ടണമെന്നായിരിക്കും പോലീസ് അപേക്ഷിക്കുക. ഒരു പക്ഷേ 2-3 ദിവസത്തേക്ക് കോടതി ഈ പ്രതികളെ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കാനുള്ളൊരു സാധ്യതയാണുള്ളത്. അത് അല്പസമയത്തിനകം മാത്രമേ ഈ കോടതിയുടെ ഈ ഒരു തീരുമാനം വരികയുള്ളൂ. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് ഇനി കൂടുതലും ചോദ്യം ചെയ്യലും അവരിൽ നിന്നുള്ള മറുപടിയുമൊക്കെ കിട്ടേണ്ടിയിരിക്കുന്നു. 1ാം പ്രതി അനിൽ ഇപ്പോഴും വിദേശത്താണ് എന്നാണ് പോലീസ് ആവർത്തിച്ച് പറയുന്നത്. ഇപ്പോൾ 1ാം പ്രതി കൂടി നാട്ടിലേക്കെത്തി മറ്റുള്ള കൂട്ടുപ്രതികളെ കൂടി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരൂ. ഇന്നലെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇതൊരു കൊലപാതകം തന്നെയാണ് എന്നാണ്. അനിൽകുമാറിൻ്റെ വീട്ടിൽ ഇന്നലെ സെപ്റ്റിക് ടാങ്കുകൾ പൊളിച്ച് വിശദമായിട്ടുള്ള പരിശോധന പോലീസ് നടത്തിയിരുന്നു. അതിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി പറയുന്നുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്കാണ് കിട്ടിയ ഭാഗങ്ങൾ അയച്ചിരിക്കുന്നത്. ആ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നെങ്കിൽ മാത്രമേ ഈ കേസിൻ്റെ നിർണായകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയൂ. ഇപ്പോൾ പോലീസിൻ്റെ ജില്ലാ പോലീസ് മേധാവിയുടെ ആ വാക്കുകൾ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ. അതിൻ്റെ കൂടുതൽ ആധികാരികമായിട്ടുള്ള ഇത് കൊലപാതകം തന്നെയാണോ എന്നുള്ളത് ഉറപ്പിക്കേണ്ടത് ഈ ശാസ്ത്രീയ പരിശോധന ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും. ഏതായാലും ഇപ്പോൾ പോലീസിൻ്റെ കൈവശമുള്ള തെളിവുകൾ എന്നുള്ളത് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള ഈ 3 പ്രതികളാണ്. ഒപ്പം തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാര്യം 1ാം പ്രതിയായിട്ടുള്ള അനിലിനെ വിദേശത്ത് നിന്നും നാട്ടിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ബാക്കി കേസന്വേഷണത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. ഏതായാലും ഇന്നിപ്പോൾ ഈ 3 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. ഈ 3 പ്രതികളിൽ നിന്നും വിശദമായിട്ടുള്ള മൊഴി കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് എടുത്തിരുന്നു. 3 പ്രതികളും ഒരേ രീതിയിലുള്ള മൊഴി തന്നെയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരുപക്ഷേ കോടതി 3 ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയാണെങ്കിൽ പോലീസിന് കൂടുതൽ വിശദമായി ഇവരെ ചോദ്യം ചെയ്യാൻ കഴിയും. 7 ദിവസത്തേക്കുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഈ കസ്റ്റഡിയിൽ വിട്ട് കിട്ടുന്ന സമയത്ത് ഈ വിദേശത്തുള്ള 1ാം പ്രതിയെ ഇങ്ങോട്ടേക്ക് പോലീസിന് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിടുകയും ആ 3 ദിവസത്തിനകം പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. ഈ വാർത്തയുടെ തുടർ വിവരങ്ങളെല്ലാം ഞങ്ങൾ എത്തിക്കും.